പേർഷ്യൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ഇറാന്റെ പ്രദേശങ്ങളിൽ അമേരിക്ക തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ ലംഘിച്ചതിനുമുള്ള പ്രതികാരമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് IRGC പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ തെക്കുകിഴക്കൻ ഇറാനിലെ ബാംപൂരിലുള്ള ഒരു സൈനിക താവളത്തിൽ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ഈ ആക്രമണത്തിൽ ഇറാന്റെ 7 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൈന്യം അറിയിച്ചു. ആക്രമണം സൈനികരുടെ താമസ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടതെന്നും സൈന്യം അറിയിച്ചു. ആക്രമണം ഭീരുത്വമാണെന്നും ഇറാൻ ആരോപിച്ചു. ഇതിന് ശക്തമായി മറുപടി നൽകുമെന്നും സൈന്യം അറിയിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും IRGC പറഞ്ഞു. ആക്രമണം ഓപ്പറേഷൻ നസർ 2 എന്ന സൈനിക നടപടിയുടെ ഭാഗമാണെന്നും സൈന്യം അവകാശപ്പെട്ടു. കൂടാതെ അമേരിക്കയുടെ ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്നും IRGC അറിയിച്ചു. കുവൈറ്റിലെ മിന അബ്ദുള്ളയിലെ അമേരിക്കൻ സൈനിക ലോജിസ്റ്റിക്സ് കേന്ദ്രം ആക്രമിച്ചെന്നും IRGC അവകാശപ്പെട്ടു. ആക്രമണത്തിൽ കെട്ടിടത്തിന് തീപിടിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതായും സൈന്യം പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് അമേരിക്ക പിന്നീട് ഇറാന്റെ തീരപ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയതെന്നും IRGC ആരോപിച്ചു. 5ാം ഘട്ട ആക്രമണം ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം നാവികസേനയുടെ ആസ്ഥാനത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും IRGC വ്യക്തമാക്കി. അവിടെയുള്ള ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, ഇന്ധന സംഭരണികൾ, ഗോഡൌണുകൾ, സൈനിക ഉപകരണങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിച്ചതായും സൈന്യം പറഞ്ഞു. അമേരിക്കയുടെ നാവികസേനയുടെ സാന്നിധ്യം പ്രദേശത്തെ കപ്പൽ ഗതാഗതത്തെ ബാധിച്ചുവെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾക്കായുള്ള എണ്ണ കയറ്റുമതി മാത്രം തുടരുകയും മറ്റുള്ളവ തടയുകയും ചെയ്താൽ മറ്റ് ഊർജ്ജപാതകളും ആക്രമണത്തിന് വിധേയമാക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. 6ാം ഘട്ട ആക്രമണം ജോർദാനും കുവൈറ്റും ലക്ഷ്യമിട്ടതായും സൈന്യം അറിയിച്ചു. ജോർദാനിലെ അൽ അസ്രാഖ് എയർബേസിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ A-15, A-16, A-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്കറുകളും M2-9 ഡ്രോണുകളും നശിപ്പിച്ചതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. അതുപോലെ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ലക്ഷ്യമിട്ടതായും സൈന്യം അവകാശപ്പെട്ടു. ഈ ആക്രമണങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നും സൈന്യം അവകാശപ്പെട്ടു. കൂടാതെ ജൂണിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുണ്ടായ ധാരണയുണ്ടായിട്ടും ഏപ്രിൽ മുതൽ അമേരിക്ക ഇറാന്റെ പരമാധികാരം പലതവണ ലംഘിച്ചുവെന്ന് ഇറാൻ ആരോപിച്ചു. ഇറാന്റെ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾ മറ്റു വഴികളിലൂടെ കൊണ്ടുപോകാൻ അമേരിക്ക ശ്രമിച്ചതാണ് തങ്ങൾ തുടർച്ചയായി സൈനിക നടപടികൾ സ്വീകരിക്കാൻ കാരണമായതെന്നും ഇറാൻ പറഞ്ഞു.